1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും. മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. കാട്ടാനാക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ട സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷനും വയനാട് ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ. വന്യമൃഗശല്യം തടയുന്നതിന് കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടതാണ് ഒരു മനുഷ്യജീവൻ കൂടി നഷ്ടമാകാൻ കാരണമായതെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ ദുഃഖകരവും ദൗർഭാഗ്യകരവുമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഇന്ന് വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരു യുവതി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 മാസത്തിനിടയിൽ തുടർച്ചയായിട്ടുള്ള കാട്ടാന ആക്രമണങ്ങളും വന്യജീവി ആക്രമണങ്ങളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ. സംസ്ഥാന ഗവൺമെന്റിന്റെ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ്, ക്രിമിനൽ നെഗ്ലിജൻസ്. ഒരു തരത്തിലും ഇതിനെ പരിഹരിക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നില്ല. ഇന്ന് വരുന്ന വാർത്തകൾ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഏറ്റവും നൂതനമായിട്ടുള്ള AI ടെക്നോളജി അടക്കം ഉപയോഗിച്ച് ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്യന്താധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നില്ല. പരിശീലനം സിദ്ധിച്ച ഉദ്യോഗസ്ഥന്മാരില്ല. കുത്തഴിഞ്ഞ നിലയിലാണ് വനം വകുപ്പ് പ്രവർത്തിക്കുന്നത്. ഒരു ഇടപെടലും സർക്കാർ നടത്തുന്നില്ല. ഇതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണം. വയനാട്ടിലെ ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ആളില്ലാത്ത വലിയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കേന്ദ്രം വന്യമൃഗശല്യ പരിഹാരത്തിന് നൽകുന്ന പണം പോലും സംസ്ഥാന സർക്കാർ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. വനം ജീവനക്കാർക്ക് ആവശ്യമായ പരിശീലനം പോലും നടത്തുന്നില്ല. വയനാട് MP രാഹുൽ ഗാന്ധി വയനാട്ടിലെ വന്യമൃഗശല്യം പാർലമെന്റിൽ കൊണ്ടുവരാൻ പോലും ശ്രമിച്ചില്ലെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. വയനാടിന്റെ MP ആയിട്ടുള്ള രാഹുൽജി ആണെങ്കിൽ ഈ കാര്യത്തിൽ ഒരു ഇടപെടലും നടത്തുന്നില്ല. വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കുന്നേയില്ല. തെരഞ്ഞെടുപ്പ് സന്ദർഭമായിട്ട് പോലും അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നില്ല, ഇങ്ങോട്ട് വരുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല നിലയിൽ കേരളത്തിന് ഫണ്ട് നൽകിയിട്ടുണ്ട്, എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു ഇടപെടലും സംസ്ഥാനത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല. ലോക്കൽ MP ആയിട്ടുള്ള രാഹുൽജി ആണെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ജനങ്ങൾ വല്ലാത്ത ഭയാശങ്കയിലാണ്. ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്. പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. കേരളത്തിൽ പലയിടത്തും ആനകൾ നഗരത്തിലേക്കും ഗ്രാമപ്രദേശങ്ങളിലേക്കും ജനവാസ കേന്ദ്രങ്ങളിലേക്കും വരികയാണ്. സംസ്ഥാന ഗവൺമെന്റ് ഇതിനൊരു സീരിയസ് ആയിട്ടുള്ള വിഷയമായിട്ട് കണക്കാക്കുന്നില്ല. ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിജിയും ഇതിന് യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല. ഇത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്, കുറ്റകരമായിട്ടുള്ള അനാസ്ഥ, ക്രിമിനൽ നെഗ്ലിജൻസ് ആണ്. ഡൽഹിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അഴിമതി കേസിൽ അറസ്റ്റിലായതിനെതിരെ ഈ മാസം 31-ന് ഇന്ത്യ മുന്നണി ഡൽഹിയിൽ റാലി നടത്തുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ED പിണറായി വിജയന്റെ മകൾ വീണയെ അറസ്റ്റ് ചെയ്താൽ കേരളത്തിൽ ഇന്ത്യ മുന്നണി റാലി സംഘടിപ്പിക്കുമോ എന്നും കോൺഗ്രസ് അതിൽ പങ്കെടുക്കുമോ എന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഇപ്പൊ ഡൽഹിയിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ അവര് സംയുക്ത റാലി, മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയുള്ള കേസ് വരുമ്പോൾ കേരളത്തിലും അത്തരം സംയുക്ത റാലി സംഘടിപ്പിക്കാൻ സതീശൻ തയ്യാറാവൂ അല്ല മിണ്ടാതിരിക്കും? കാരണം അഴിമതി കേസിലാണ് കെജ്രിവാൾ അകത്തായിരിക്കുന്നത്. അഴിമതി കേസാണ് കേരളത്തിലും അന്വേഷിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും എടുക്കുന്ന സമീപനം ഒന്ന് തന്നെയാണ്. ദില്ലിയിൽ പോയിട്ട് സംയുക്ത റാലിയാണ് ഇന്ത്യ മുന്നണിയുടെ. ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ നടക്കുന്ന ED അന്വേഷണത്തിൽ കേരളത്തിലെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് സംയുക്തമായി സമരത്തിന് തയ്യാറാകുമോ? കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു എന്നുള്ള രാഹുൽജിയുടെ ആരോപണം സതീശൻ ഇവിടെ ഏറ്റെടുക്കുന്നതാണ്. ആ ചോദ്യത്തിന് നിങ്ങൾ സതീശനോട് മറുപടി വയ്ക്കണം. കാരണം കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന MP ആണ് രാഹുൽജി. ആ രാഹുൽജിയോട് ചോദിക്കണം, ദില്ലിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും പറയുന്നത് പോലെ കേരളത്തിൽ നടക്കുന്ന ED അന്വേഷണങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന്റെ രാഷ്ട്രീയ വേട്ടയാണ് എന്ന് പറയുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. മണിപ്പൂർ സർക്കാർ ഈസ്റ്റർ ദിനത്തിൽ അവധി പ്രഖ്യാപിച്ചില്ലെന്ന LDF UDF വ്യാജ പ്രചരണം പൊളിഞ്ഞതായും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഈസ്റ്ററിന് മാത്രമല്ല ദുഃഖവെള്ളിക്കും മണിപ്പൂർ സർക്കാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
ഹമാസ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റാലി നടത്തുകയും മോസ്കോയിലെ IS ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഇന്ത്യ സഖ്യമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.